ഹായ് ഹലോ നമസ്കാരം. ശക്തി ഗാർഡനിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. എല്ലാ പ്രാവശ്യവും ഞാൻ നിങ്ങൾക്ക് സ്വാഗതമാണ് പറയാറുള്ളത്. ഇന്ന് സ്വാഗതത്തിൻ്റെ കൂടെ സായുടെ കൂടെ ഒരു സു കൂടെ ചേർത്തു കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾ അത്രയും എന്നെ ചേർത്ത് പിടിക്കുന്നില്ലേ, നിങ്ങളൊരു പിശുക്ക് കാണിക്കുന്നില്ല, പിന്നെ ഞാനെന്തിനാ ഒരു പിശുക്കുന്നേ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ക്രിസ്മസ് ആഘോഷിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതല്ല നമ്മുടെ മദർ പ്ലാന്റ്സ് ആണ്. ഇതെല്ലാ വീഡിയോയിലും ഞാനിത് തന്നെയും പിന്നെയും പറയുന്നതാണ്, എന്നാലും ഞാനങ്ങ് പറയുക. ഇപ്പോൾ ഈ കാണിക്കുന്ന മദർ പ്ലാന്റ്സ് ഈ വീഡിയോയിൽ ഒരു വീഡിയോ എടുക്കുക, നമ്മൾ ആദ്യം എന്താ ചെയ്യുക, ഏറ്റവും നല്ല പ്ലാന്റ്സിനെയല്ലേ ആദ്യം കാണിക്കുക, മദർ പ്ലാന്റ്സിനെയല്ലേ ആദ്യം കാണിക്കുക. അപ്പോൾ എൻ്റെ കുഞ്ഞു പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് വളർന്ന് ഇങ്ങനെ ആകും. ഇത് നോട്ട് ചെയ്ത് വെച്ചോ, ഇത് 9 ക്യാരറ്റാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ വേറെ 1-2 ക്യാരറ്റ് കാണിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഈ പ്ലാന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. 9 ക്യാരറ്റ് ഇന്ത മാതിരി ഭംഗി ഉണ്ടായിരിക്കുമേ. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ഇത് മദർ പ്ലാന്റ്സ് ആണ്. ഇതെല്ലാം 1000 രൂപയ്ക്ക് മേളിലോട്ടുള്ള പ്ലാന്റ്സുകളാണ്. കണ്ടാൽ കുഞ്ഞനാണ്, പക്ഷേ ഇതൊക്കെ നല്ല വിലയുള്ള പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ഈ പിക്ക് കണ്ടിട്ട് ഇതെടുത്തിട്ടിട്ട് എന്നോട് കുറച്ച് പേര് ചേച്ചി ഇതിൻ്റെയൊക്കെ റേറ്റ് ഒന്ന് പറയുമെന്ന് പറയും. അപ്പോൾ ഞാൻ ഈ മദർ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ആണെന്ന് ഓർത്തോണം, അതിൻ്റെ കുഞ്ഞു പ്ലാന്റ്സ് അല്ല. ഈ കാണിച്ചിരിക്കുന്ന ഈ പ്ലാന്റ്സ് പിക്ക് എടുത്തിട്ട് എനിക്ക് ഫോട്ടോ ഇടും. അപ്പോൾ ഞാൻ ഈ മദർ പ്ലാന്റിൻ്റെ ഫോട്ടോ കാണുമ്പോൾ അതിൻ്റെ റേറ്റ് അല്ലേ പറയുക, അപ്പോൾ ഞാൻ ഇതിൻ്റെ റേറ്റ് പറയും. അപ്പോൾ ഉടൻ തന്നെ എനിക്ക് വരണം അടുത്ത മെസ്സേജ് എന്താണെന്നറിയാം, തല കറങ്ങി വീഴുന്ന ഒരു സിമ്പലോ അല്ലെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതോ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് സവാള 1/2 കിലോ സവാളയാണ് നിങ്ങൾക്ക് ആവശ്യം. നിങ്ങൾ കടയിൽ ചെന്നിട്ട് ചോദിക്കുക, ചേട്ടാ 5 കിലോ സവാളയ്ക്ക് എത്രയാണ്? അപ്പോൾ ആ നിൽക്കുന്ന മനുഷ്യന് 5 കിലോ സവാളയുടെ റേറ്റാണോ പറയുക, അതോ നിങ്ങളുടെ മനസ്സിലുള്ള ആ 1/2 കിലോ സവാളയുടെ റേറ്റാണോ പറയുക? പറയ് എന്താ മിണ്ടാണ്ടിരിക്കുന്നത് നിങ്ങൾ, പറയുന്നേ. അപ്പോൾ എന്താ അവർ പറയുക, 1/2 കിലോ സവാളയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നിൽക്കുന്ന ചേട്ടൻ 5 കിലോ സവാളയുടെ റേറ്റിലേ പറയാം എന്ന് പറഞ്ഞ പോലെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഇട്ടിട്ട് ഈ ചെടിയുടെ പ്രൈസ് എത്ര എന്ന് ചോദിച്ചാൽ ഞാൻ മദർ പ്ലാന്റിൻ്റെ റേറ്റ് അല്ലേ പറയുക. ഇപ്പോൾ ഇതൊരു മദർ പ്ലാന്റാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇത് രണ്ടും മദർ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന. ഇതിൻ്റെ പിക്ക് ഇട്ടിട്ട് ഇതിൻ്റെ വില ചോദിക്കുന്ന ഈ റേറ്റാണോ എൻ്റെ ഈ പ്ലാന്റിന് ഞാൻ ഇടുക? എൻ്റെ ഒരു ധർമ്മസങ്കടം ഞാൻ നിങ്ങളോടൊന്ന് പറയുക. ഈ കാണിച്ചിരിക്കുന്ന പ്ലാന്റിൻ്റെ വിലയല്ല ഈ കാണിച്ചിരിക്കുന്ന പ്ലാന്റിന്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് ഏതാണോ അത് കൃത്യമായിട്ട് നിങ്ങൾ പറയണം. നിങ്ങളുടെ ബജറ്റിലുള്ള പ്ലാന്റ്സ് ഏതാണോ ആ റേറ്റ് നമ്മളോട് പറയാം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്ലാന്റ്സ് ഞാൻ നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും അതിൻ്റെ പിക്കുകൾ. ഓക്കെ. ഇനിയിപ്പം നമ്മൾ കഴിഞ്ഞൊരു ഓഫർ സെയിലിട്ടിരുന്നല്ലോ, എൻ്റെ പൊന്നടാവേ അടിപൊളിയായിരുന്നു. ഒരുപാട് പേര് എൻക്വയറി ചെയ്തു, ഒരുപാട് പേര് പ്ലാന്റ്സ് വാങ്ങിച്ചു. ചിലർ പ്ലാന്റ്സിൻ്റെ എല്ലാം പിക്കിട്ട് തരാൻ പറഞ്ഞു, പിക്കിട്ട് കൊടുത്തു. ചേച്ചി ഗൂഗിൾ പേ നമ്പർ ഇട്ടോളാൻ പറഞ്ഞു. ഗൂഗിൾ പേ നമ്പറിൻ്റെ അതിൻ്റെ ഒന്നും ഒരു കുറവ് വേണ്ടാന്ന് വെച്ചിട്ട് അപ്പം തന്നെ ഗൂഗിൾ പേ നമ്പർ നമ്മൾ ഭ്രാന്തെടുത്തിട്ട് കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് ആട് കിടന്നെടുത്ത് രോമമില്ലെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അവരുമില്ല, ഓർഡറുമില്ല. അങ്ങനെയും കുറേ വിരുദ്ധന്മാരുണ്ട്, വിരുദ്ധത്തികളുണ്ട്. നിങ്ങളിപ്പോൾ ചിരിക്കുന്നുണ്ട്, അമ്മയോ ഇവരിത് കണ്ടുപിടിച്ചേ, നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ ഇല്ലയോ. പിന്നെ വേറെ കാര്യം, 24 ക്യാരറ്റിൻ്റെ ഇഷ്ടം പോലെ പ്ലാന്റ് വീട്ടിൽ ഞാൻ ഇറക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 24 ക്യാരറ്റിൻ്റെ ഒരുപാട് ഓർഡർ എനിക്ക് വന്നിട്ടുണ്ട്. പേഴ്സണലി ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണിത്. ഒരുപാട് പേര് വിളിച്ചിട്ട് ഇത് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇത് ഇത്രയും അല്ല കേട്ടോ, അപ്പുറത്ത് വേറൊരു തട്ടിൽ ഞാൻ ഇതിൻ്റെ ഒരു വൻ ശേഖരം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. 24 ക്യാരറ്റ് മാത്രമായിട്ട് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും 24 ക്യാരറ്റ് വേണമെങ്കിൽ പറയണേ. അതുപോലെ കുറച്ച് പേര് എന്നോട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് ചെടിയുടെ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട്, പക്ഷേ വീട്ടിലെപ്പോഴും പറയും നിനക്ക് ചെടിക്കകത്തോട്ട് പോകുമ്പോൾ വയ്യാന്ന് പറയില്ലേ, അടങ്ങിയിരിക്കേ, വീട്ടിനകത്ത് കയറി ഇരിക്കാൻ പറയും. അതെല്ലായിടവും പറയുന്ന ഒരു ഞായറാഴ്ച എന്നൊരു ദിവസമുണ്ട്, എനിക്ക് കൊറിയറില്ല. ഞാൻ വെള്ളിയാഴ്ച കൊണ്ട് കൊറിയർ നിർത്തും. കാരണം ശനിയാഴ്ച എങ്ങാനും ഒരു ദിവസം സ്റ്റക്കായി നിന്നാൽ നമ്മുടെ ചെടിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശനിയാഴ്ച കിട്ടത്തക്ക രീതിയിലുള്ള പ്ലാൻസ് വരെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൊറിയർ ചെയ്യില്ല. ഞായർ ഫ്രീ അല്ലേ, ആ ദിവസം എനിക്ക് ഭയങ്കര റെസ്റ്റാണ്, ബെഡ് റെസ്റ്റാണ്. കഴിക്കാൻ മാത്രമുള്ള എൻ്റെ കുളിയും ജപം പോലും പാതിരാത്രിക്കാവും നമ്മുടെ അന്ന്. എന്താ കാര്യം, നമുക്ക് ഭയങ്കര ഉവാവ് അന്നേരം.
സമയം തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് അല്ലേ റിമോട്ട് കൺട്രോളിൽ നമ്മൾ ഓടുന്നത് എങ്ങനെയായിരിക്കും? അമ്മാതിരി ആയിരിക്കും നമ്മുടെ ഓട്ടം. എന്താ കാര്യം? ഒയ്യോ എനിക്ക് കൊറിയറുണ്ട്, 3 മണിയാകുമ്പോൾ പാക്കിങ്ങിന് കയറണം, 5 മണിക്ക് വണ്ടി വരും. പിന്നെ ഒരു തകൃതി പടപടേന്ന് നമ്മളെ ജോലി നടക്കും. എല്ലാ പരിപാടിയും സെറ്റുമസ്സായ നമ്മളന്നേരം. അല്ലെങ്കിൽ നമുക്കങ്ങനെ ഒരു തണുപ്പം മട്ട. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു പേഴ്സണലായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ചെടി ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ട്. ഇത് ബിസിനസ് എന്ന് പറയാനൊന്നും പറ്റില്ല, വലിയ വമ്പൻ ബിസിനസ് ഒന്നുമില്ല. നമ്മൾ ലുലു മാളൊന്നും തുടങ്ങാൻ പോകണില്ല. നമ്മൾ ഈ 10 ചെടിയും നമ്മളുമായിട്ടിരുന്നൊരു സെയിലല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം കുറച്ച് നല്ല പ്ലാന്റ്സ് കളക്ട് ചെയ്യുക. നല്ല പ്ലാന്റ്സ് നോക്കി അതിനകത്ത് ഉരിയ കൊടുത്ത് തൂപ്പ വാങ്ങിക്കാമെന്ന് പറഞ്ഞ പോലത്തെ പരിപാടി ചെയ്യരുത് കേട്ടോ. ഇതിൽ 10 രൂപ കുറവ് കിട്ടുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടരുത്. നിങ്ങൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ നല്ല ചെടി തന്നെ നോക്കി, നല്ല മെച്ചുറായിട്ടുള്ള നല്ല ചെടി തന്നെ നോക്കി വാങ്ങണം. എന്നിട്ട് അങ്ങനത്തെ ഒരു 10-15 ഒരുമിച്ച് വേണ്ടപ്പാ, ഓരോ പ്രാവശ്യമായിട്ടായാലും നമ്മൾ ചെടി കളക്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് നിങ്ങളിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പഠിക്കണം. ഇതിന് നമ്മൾ MG യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും എങ്ങും പോകണ്ട പഠിക്കാൻ. ഇതിനെ നമ്മൾ തണ്ട് മൂത്തുനിന്ന് കണ്ടാൽ ഉടൻ കട്ട് ചെയ്യുക. ഇതാ ഇപ്പം ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഈ 24 ക്യാരറ്റിൻ്റെ തണ്ട് കണ്ടോ? ഇവിടെ നന്ന മൂത്തിട്ടുള്ള ഇവിടം വെച്ചിട്ട് കട്ട് ചെയ്തത് ഉറപ്പായിട്ട് 2 പ്ലാന്റായി. അങ്ങനെ തണ്ട് മൂത്തതെന്ന് നോക്കി വാങ്ങി അത് കട്ട് ചെയ്ത് നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യണം. അങ്ങനെ 1-2 ചെടിയിൽ തന്നെ 2-3 പ്ലാന്റ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സെയിലിനൊക്കെ ആയില്ലേ, മതി. നമ്മളോട് ആരും ചോദിക്കാനില്ലല്ലോ. 10 ചെടി ആയി കഴിയുമ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങപ്പാ. അത് നമ്മൾ പിള്ളേരോടൊക്കെ പറഞ്ഞ് ചെയ്തു തരും. 10 പ്രാവശ്യം കിടന്നങ്ങ് അലയ്ക്കണം. 10 പ്രാവശ്യം അലച്ചാലായിരിക്കും അതുങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നമ്മളെ. അവർക്ക് വലിയ കാര്യമാണ്. അവർക്കിതൊക്കെ നിസ്സാരമായി, വേറെ പണിയൊന്നുമില്ല ചാനലെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് നിസ്സാരം. പക്ഷെ നമുക്കത് വലിയ കാര്യമല്ലേ. അപ്പം നമുക്കാണ് ആവശ്യം. അപ്പോൾ പുറകെ നടന്നങ്ങ് ശല്യം ചെയ്യണം. പോട്ടെ, എന്തോ ഒരു കഷ്ടമാണെന്നും പറഞ്ഞിട്ട് അതുങ്ങൾ ചെയ്തു തരും. എന്നിട്ട് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു വീഡിയോ എടുത്തിടണം. അപ്പം വീഡിയോ എടുക്കുമ്പോൾ അടുത്തൊരു പ്രശ്നം, ചേച്ചി ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ സൈഡിലൊരു ചാക്ക് കാണും, ചൂല് കാണും, തേങ്ങ കാണും. അതിനെന്താ, നമ്മൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരൊന്നുമല്ല, നമ്മൾ വീട്ടമ്മമാരാണ്. തൂത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്കൊരു ഉൾവിളി ഉണ്ടാവുന്നത് ഒരു വീഡിയോ ചെയ്യാനല്ലേ. അപ്പോൾ ആ ചൂല് നമ്മൾ അവിടോട്ടിടും. നമ്മളൊക്കെ സ്വഭാവം അങ്ങനെയല്ലേ, നമ്മൾ ആ ചൂല് അവിടോട്ടിടും. അല്ല എടുത്തെടുത്ത് നമ്മൾ എങ്ങാനും കൊണ്ടുവെക്കും. നല്ല കാര്യമായി. എന്നാൽ പിന്നെ നമ്മൾ എത്ര നന്നായി തന്നെ. നമ്മളങ്ങനൊന്നും ചെയ്യത്തില്ല. നമ്മൾ ആ ചൂല് അവിടോട്ടിടും. ഇട്ടിട്ട് നമ്മൾ തൂക്കും, ആ ചൂല് മാറ്റും, എന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കും ഇല്ലേ. അങ്ങനെയൊക്കെ ആണ് നമ്മുടെ. അതിലൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നെഗറ്റീവ് പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. നെഗറ്റീവ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും പോസിറ്റീവിലേക്ക് എത്താൻ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ എപ്പോഴും നമ്മൾ പോസിറ്റീവ് വൈബോടെ ഇരുന്നാൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. കേട്ടിട്ടില്ല നമ്മൾ ഈ മൊബൈലൊക്കെ എടുക്കുമ്പോൾ വലിയ വാക്കുകളൊക്കെ കണ്ടിട്ടില്ലയോ? തോറ്റവനെ വിജയിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ നിങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് അവരിട്ടതാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അതിൽ പിടിച്ചങ്ങ് കയറിക്കണം. ഓക്കെ. പിന്നെ കുറച്ച് പേരെന്നോട് ഈ പീച്ച് പനാമ, ഗ്രീൻ പനാമ അതൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ എൻ്റെ ഒരു നല്ല കസ്റ്റമറുണ്ട്. എനിക്ക് ഒരു ഹനീഫ എന്ന് പറയുന്നൊരു സാർ, കോട്ടക്കലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ്സാണ് ഇതൊക്കെ. പനാമ, സൂപ്പർ വൈറ്റ്, പിന്നെ റെഡ് വെറൈറ്റി ഉണ്ട്. അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തട്ടയിലോട്ട് വെച്ചാണ് ഞാൻ മാറ്റി വെച്ചിരുന്നത്. ഇത് ഒത്തിരി പേര് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ തട്ടിൽ വെച്ചിട്ടില്ലായിരുന്നു. ഇപ്പം ഞാനിത് വീഡിയോ എടുക്കേണ്ട ഭംഗിക്ക് ഇത് രണ്ടും നമ്മുടെ പനാമയൊക്കെ തട്ടയിലോട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് സെയിലായിരിക്കുന്ന പ്ലാന്റ്സാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇനി നമ്മുടെ കോംബോ ഓഫറിലേക്ക് കയറാം. നമ്മുടെ കോംബോ ഓഫറിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കുറേയധികം പേര് ആന്തൂറിയം എന്നോട് ചോദിച്ചു, ചേച്ചി ആന്തൂറിയം വേണം, അതൊരു കോംബോ ഓഫറായിക്കിടൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ശരി അങ്ങനെ ചെയ്യാം. അപ്പം മിക്കവരും ഞാൻ ഈ കോംബോ ഓഫറിൻ്റെ വീഡിയോ ഒരുപാട് പേരെ എടുത്തു നോക്കി കേട്ടോ. അന്നേരം ഞാൻ കാണുന്നത് ഈ ഒരു ചെടിയാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ 2-3 ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട്. 2 ഷൂട്ട് നിർബന്ധമായിട്ടുണ്ട്, 2-3 ഷൂട്ടൊക്കെ ഉണ്ട്. അപ്പം ഇതിന്ന് അടത്തി മാറ്റി ഒറ്റ ഷൂട്ട്, മനസ്സിലായോ? അപ്പോൾ ഇതെൻ്റെ കയ്യിൽ മൊബൈലും ഇതും കൂടി ഇരിക്കുന്നത് എനിക്ക് നിങ്ങളെ വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റും. നോക്കട്ടെ, ഞാനൊന്ന് താഴോട്ടൊന്ന് വെച്ചോട്ടെ. ഇത് കണ്ടോ, ഇതൊരു ചെടി.
അപ്പോൾ ഈ കോംബോയിൽ ഞാൻ കാണുന്നത് ഈ ഒരെണ്ണം മാത്രമായിട്ട് പിഴുതിട്ട് ഇതാണ് കോംബോ ഓഫർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. പക്ഷെ എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സേ ഉള്ളൂ, അത്രയും വിശ്വസ്തരായിട്ട് തന്നെ ഇന്ന് ചെടി വാങ്ങിക്കുന്ന കുറേ കസ്റ്റമേഴ്സ്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഈ 2 ചെടിയും കോംബോ ഓഫർ തന്നെ വെക്കുക. ഒരു പ്രൈസ് തന്നെയാണ്. നമ്മുടെ ഈ ഫുൾ പോട്ടാണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഞാൻ പറയാൻ ഇത്രയും നേരം കറങ്ങി തിരിഞ്ഞ് വന്നത്. ആ ഫുൾ പോട്ടെന്നുള്ളത് അങ്ങോട്ട് വന്നില്ല. അപ്പോൾ ഇപ്പം മനസ്സിലല്ലോ. ഈ ഫ്ലവറൊന്നും നോക്കണ്ട നിങ്ങൾ, കാരണം ഫ്ലവറൊക്കെ കഴിയാറായ പ്ലാന്റ്സാണ് കേട്ടോ. ഇപ്പോൾ ഭാഗ്യത്തിനിപ്പോൾ ഇന്നത്തെ ഒരു ഫ്ലവർ കണ്ടുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്തന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആന്തൂര്യത്തിൻ്റെ സെറ്റപ്പും കെറ്റപ്പും. അപ്പോൾ ഒരു ഫുൾ പോട്ടാണ് നിങ്ങൾക്ക് കൊടുക്കുന്നത് കേട്ടോ. ഒരു ആന്തൂര്യം, പിന്നെ ഒരു ഓർക്കിഡ്. അതും കണ്ട, അതിൻ്റെ ഹെൽത്ത് കണ്ടല്ലോ നിങ്ങൾ. കണ്ടോ, ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡാണ് നിങ്ങൾക്ക് തരുന്നത്. ഡെൻഡ്രൂബിയ കേട്ടോ. ഡെൻഡ്രൂബിയും ഒരു ആന്തൂര്യം, ഒരു ഓർക്കിഡ്, ഒരു അഗ്ലോണിമ ഇല്ലാതെ എന്താ ആഘോഷം മച്ചാനേ നമുക്ക്. അപ്പോൾ ഇത് 3 എണ്ണമാണ് ഒരു കോംബോ ഓഫർ. ഈ 3 എണ്ണത്തിനും കൂടെ 1000 രൂപ, 900 രൂപ. ഈ 1000 രൂപ കണക്കാണ്. ഏതെടുത്താലും 1.5 എന്ന് പറഞ്ഞ് എപ്പോഴും എനിക്ക് 1000ൻ്റെ കണക്കാണ് വരിക, എന്താണെന്നറിയില്ല കേട്ടോ. ഈ 3 പ്ലാന്റ്സ്, ഒരു ആന്തൂര്യം, ഒരു ഓർക്കിഡ്, ഇതൊരു ഫ്ലവറുണ്ട് കേട്ടോ. ഈ ഫ്ലവർ കണ്ടിട്ട് എൻ്റെ കയ്യിൽ ഫ്ലവറില്ല അങ്ങനൊന്നും ചിന്തിക്കേണ്ട. ഫ്ലവറെല്ലാം കൊയ്യാറായതാണേ. ഇപ്പോൾ ഞാൻ പാക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ മിക്കവാറും അതൊക്കെ പോവും. ഒരു അഗ്ലോണിമ. ഈ 3 എണ്ണത്തിനും കൂടെ 900 രൂപയാണ് നമ്മുടെ ഓഫർ കേട്ടല്ലോ. അപ്പം ഇത് ഒന്നാമത്തെ കോംബോ. ഇത് 2ാമത്തെ കോംബോ. ഇത് 3ാമത്തെ കോംബോ. ഇത് 4ാമത്തെ കോംബോ. 5 ഇത് 5ാമത്തെ കോംബോ. ഒരു മിനിറ്റ്, ഇപ്പോൾ ഒരെണ്ണത്തിന് നമ്പർ ഇടാൻ മറന്നുപോയി. 5ാമത്തെ കോംബോ. ഇത് 6ാമത്തെ കോംബോ. ഇത് 7ാമത്തെ കോംബോ. എല്ലാം നോക്കിക്കോണേ. എൻ്റെ മാർക്കർ ചോക്കാ. അപ്പം ഇതാണ് നമ്മുടെ കരിയ. അപ്പോൾ ചിലപ്പോൾ ഇത് തൂക്കുമ്പോഴേക്കും അങ്ങ് പോവും. ഇത് 8ാമത്തെ. ഇത് 9ാമത്തെ കോംബോ. ഇത് 10ാമത്തെ കോംബോ. ഇത് 11ാമത്തെ കോംബോ. ഇത് 12ാമത്തെ കോംബോ. 13, 14. പ്ലാന്റ്സ് എല്ലാം നല്ല പ്ലാന്റ്സ് കേട്ടോ, ഒന്നും മോശം പ്ലാന്റ്സ് അല്ല. അതുകൊണ്ട് ഫ്ലവർ നിങ്ങൾ നോക്കണ്ട. 15. ഫ്ലവറൊക്കെ ഞാൻ പാക്ക് ചെയ്യുമ്പോൾ തന്നെ പോകും. 16. ഇടയ്ക്ക് കൈ പിടിച്ചതല്ലേ സ്ക്രീന്. 17. 18. 19. 20. 21. 22. 22. ലാസ്റ്റ് അവിടെ ഒരെണ്ണം നമ്പർ ഇടാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് 23 ആക്കിയേക്കാമോ. എഴുതിയിട്ടേക്കല്ല, ഞാൻ മറന്നു. എൻ്റെ മാർക്കർ എടുക്കട്ടെ. ഈശോയെ,
23. ഓക്കെ, 23. അപ്പോൾ സെറ്റായല്ലോ. ഇപ്പോൾ സെറ്റ് ഓക്കെ, 23. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോംബോ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാമല്ലോ നമ്പർ, നമ്മുടെ 8848296441 മെസ്സേജ് ചെയ്യണേ. പിന്നെ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുക, പ്ലാന്റ് ഏറ്റവും നല്ല പ്ലാന്റ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് തരിക. അപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നതിനകത്ത് എന്തെങ്കിലും വാട്ടോ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പ്ലാന്റ് മാറി ആന്തൂറിയൊക്കെ വെക്കുന്നതായിരിക്കും. അതിനകത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഒരിക്കലും വാടിയതും മോശം ഞാൻ നിങ്ങൾക്ക് തരില്ല. നിങ്ങൾക്ക് തന്നെ വിശ്വാസമാണല്ലോ, നമ്മൾ തമ്മിൽ എടാവാടാ പോടാ ബന്ധമാണല്ലോ. അപ്പം നമ്മൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾക്ക് ഇരിക്കാം കേട്ടോ. ഇതാണൊരു പ്ലാന്റ്. ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ കേട്ടോ. എന്തെങ്കിലും തരത്തിലൊരു വാട്ടം ഉണ്ടെങ്കിൽ അത് ഞാൻ പ്ലാന്റ് എടുക്കുമ്പോൾ മാറിത്തരാം, കുഴപ്പമില്ല. പിന്നെ ഞാൻ നിങ്ങളോടൊരു അപേക്ഷയുണ്ട് എനിക്ക്. നിങ്ങളിത് പ്ലാന്റ്സ് ഇങ്ങനെ ഓരോ കോമ്പോയിൽ ഓരോ നമ്പർ ചെയ്യുമ്പോൾ, ചേച്ചി എനിക്ക് പിങ്ക് കളർ മാറിയിട്ട് വെള്ള പൂവിൻ്റെ തരുമോ, അങ്ങനെ ചോദിക്കരുതേ. എന്താണെന്നറിയോ, ഇതിൻ്റെ പൂവെല്ലാം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒട്ടുമിക്ക എൻ്റെ പൂ കഴിഞ്ഞിരിക്കുക. അപ്പം ഞാനിവിടെ അടുത്തൊരു പള്ളിയിലെ ആവശ്യത്തിന് വേണ്ടി കുറേ അധികം പ്ലാന്റ് ഇറക്കിയതാണ്. ഒരു 500 ചില്ലാനം പ്ലാന്റ് ഇറക്കേണ്ടി വന്നു. ആ ഇറക്കിയതിൻ്റെ പള്ളിയിലെ ആവശ്യം കഴിഞ്ഞതിൻ്റെ ബാക്കി ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചിരുന്നതാണിത്. ആ പ്ലാന്റാണിത് കേട്ടോ. അപ്പം അതുകൊണ്ട് എൻ്റെ കയ്യിൽ അങ്ങനെ മാറ്റിയെടുക്കാനുള്ള പ്ലാന്റ്സ് ഇല്ല. ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തു തരാമായിരുന്നു, പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെയുള്ള പ്ലാന്റ്സുകളില്ല. പിന്നെ പൂക്കളുള്ളത് വെച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഉണ്ടെങ്കിൽ മാറ്റാം എന്നുള്ളതല്ലാതെ ഉറപ്പ് പറയില്ല. ഇനി ഇതിൽ നിന്ന് ഒരു ചെടി അങ്ങോട്ട് മാറ്റാനോ ഇങ്ങോട്ട് മാറ്റാനോ ദൈവത്തെ ഓർത്ത് പറയരുത്. പിന്നെ മോശമായിട്ട് പ്ലാന്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് മാറ്റി നല്ല പ്ലാന്റ്സ് വെക്കുന്നതായിരിക്കും. അതിലൊന്നും പേടിക്കണ്ട കേട്ടോ. ലെക്കോമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറയല്ലേ. ഈ പ്ലാന്റ്സ് വേറെ ഇല്ലഞ്ഞിട്ടാപ്പാ. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷം. എല്ലാവരും നാളത്തേക്കുള്ള പാചകശാലയിലാണെന്നറിയാം. അപ്പം അതിൻ്റെ ഇടയിൽ ഇന്നിപ്പോൾ സമയമൊന്നും ഉണ്ടാവില്ല. പള്ളിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഒട്ടും നേരം ഉണ്ടാവില്ല. ഇപ്പോൾ അടിച്ച് പിടിച്ച് എല്ലാം വെച്ച് അടുക്കള കിടന്ന് കുക്കർ ഇങ്ങനെ കിടന്ന് അടിക്കരി വെച്ച് അടിച്ചടിച്ച് അതിൻ്റെ ഇടയിൽ വൈകിട്ടും പള്ളിയിൽ പോകണം. എന്നാൽ വേണ്ട പോട്ടെ, നാളെ ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടപ്പാച്ചിലിനൊരു റെസ്റ്റ് ഉണ്ടല്ലോ, നാളെ കിടപ്പായിരിക്കുമല്ലോ. കിടക്കുമ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടാക്കണം കേട്ടോ. വീഡിയോ കണ്ടിട്ട് എന്തായാലും മെസ്സേജ് ചെയ്യണം. ഉറപ്പായിട്ടും ഓർഡർ പറയണം. നമുക്ക് ക്രിസ്മസിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ അയക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം എല്ലാവരും തിരക്കിലായിരിക്കുമല്ലോ, അതുകൊണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് തന്നെ വിളിക്കണം, ഓർഡർ തരണം കേട്ടോ. അപ്പോൾ നല്ല ചെടികൾ തന്നെ ഞാൻ നിങ്ങൾക്ക് വെക്കാം. ആർക്കും മോശം ചെടികളൊന്നും വെക്കത്തില്ല. എന്നെ ചെടി എടുത്തവർക്കൊക്കെ അറിയാമല്ലോ, ഇതുവരെ മോശമൊന്നും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ചെടിയുടെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് മുന്നോട്ട് പോരുക. ലക്ഷം പിന്നാലെയുണ്ട് എന്ന് വിചാരിക്കുക. ആരും കാണത്തില്ല, അത് വേറെ കാര്യം. തിരിഞ്ഞു നോക്കുമ്പം നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. എന്നാലും ലക്ഷം പിന്നാലെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ തുടങ്ങാം. അപ്പോൾ ശരി, അടുത്തൊരു സെയിൽ വീഡിയോയിലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോ സെയിൽ വീഡിയോ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരാഗ്രഹം പറഞ്ഞാൽ സെയിൽ വീഡിയോ എന്ന് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, നമ്മുടെ നമ്പർ അറിയാമല്ലോ, 8848296441. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും വണക്കം.